Hi children, welcome to science class. Today we are going to start next lesson, chapter 15, chapter name light. Chapter പേരാണ് light, okay? You might have seen a beam of sunlight when it enters a room through a narrow opening or a hole. നിങ്ങളിപ്പോ ഒരു റൂമിന്റെ അകത്ത് റൂമിൽ ഒരു റൂഫിൽ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ സൺലൈറ്റ് വരുന്ന സൺലൈറ്റിന്റെ പാത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. You may have also seen beam of light from the headlamps of scooters, cars and engines of trains. ഈ ട്രെയിനിന്റെ ഒക്കെ ഈ ലൈറ്റ് ഈ ഹെഡ്ലാമ്പ് എന്ന് വരുന്ന ഈ ലൈറ്റ് റേസിന്റെ പാത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് മാത്രമല്ല, സിമിലർലി എ ബീം ഓഫ് ലൈറ്റ് ക്യാൻ ബി സീൻ ഫ്രം എ ടോർച്ച്. ടോർച്ച് അടിക്കുന്ന സമയത്ത് ടോർച്ച് ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റും, അതിന്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റും. സം ഓഫ് യു മേ ഹാവ് സീൻ എ ബീം ഓഫ് സെർച്ച് ലൈറ്റ് ഫ്രം എ ലൈറ്റ് ഹൗസ് ഓർ ഫ്രം എൻ എയർപോർട്ട് ടവർ. സെർച്ച് ലൈറ്റ് ലൈറ്റ് ഹൗസ് എന്നുള്ള സെർച്ച് ലൈറ്റിന്റെ ലൈറ്റ് റേസിന്റെ പാത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിൽ ഫസ്റ്റ് ഈ ബോയ് എന്താ ചെയ്യുന്നത്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൈപ്പിലൂടെ കാൻഡിൽ ലൈറ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇതില് ബെൻഡ് ആയിട്ടുള്ള പൈപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ഹി ലുക്ക്ഡ് at a lighted candle first through a straight pipe and then through a bent pipe. Why was Bujo not able to see the candle flame through a bent pipe? ഒരു ബെന്റ് പൈപ്പിലൂടെ നോക്കുന്ന സമയത്ത് ബൂജോക്ക് എന്ത് പറ്റില്ല? He can't able to see the candle flame through bent pipe. ബെന്റ് പൈപ്പിലൂടെ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയില്ല. From this activity showed that light travels along straight line. ലൈറ്റ് സ്ട്രേറ്റ് ലൈനിലൂടെ മാത്രമേ പോവുള്ളൂ. നെക്സ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. പഞ്ചതന്ത്രയിലുള്ള ലയന്റെ റാബിറ്റിന്റെ സ്റ്റോറിയാണ്. ലയൺ എന്ത് ചെയ്യും, ആ കാട്ടിലുള്ള എല്ലാ ആനിമൽസിനെയും ഓരോ ദിവസവും ഭക്ഷണമാക്കുമായിരുന്നു. അപ്പൊ ഈ ഓരോ ആനിമൽ ഇന്ന് ഭക്ഷണമാവേണ്ട ആനിമൽ ഏതാണോ അത് ഈ ലയണിന്റെ അടുത്തേക്ക് പോകണം. ഒരു ദിവസം ഈ റാബിറ്റിന്റെ ചാൻസ് എത്തിയ സമയത്ത് റാബിറ്റ് എന്ത് ചെയ്തു, ഈ ലയണിനോട് പറഞ്ഞു, കാട്ടില് അതുപോലെ ശക്തനായിട്ടുള്ള വേറൊരു ആനിമൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഈ ലയണിനെയും കൂട്ടിയിട്ട് റാബിറ്റ് പുറത്തിറങ്ങി. എന്നിട്ട് ഒരു വെള്ളം നിറഞ്ഞു നടക്കുന്ന വെള്ളമുള്ള ഒരു കുഴീന്റെ അടുത്ത് എത്തിയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മള് വെള്ളത്തിലേക്ക് നോക്കേണ്ട നമ്മളെ ഇമേജ് തന്നെയാ കാണുന്നത്. പക്ഷെ ഈ ലയണിനെ അറിയാണ്ട് അത് വേറെ ഏതൊരു ആനിമൽ ആണെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് എടുത്തു ചാടി അതോടുകൂടി ആ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്തതുകൊണ്ടാണ് എന്ത് അവിടെ ഇമേജ് കണ്ടത്. Okay, one way to change the direction of light is to let it fall on a shiny surface. For example, a shining stainless steel plate or a shining steel spoon can change the direction of light. ഒരു ഷൈനിങ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റിനും ഷൈനിങ് ആയിട്ടുള്ള സ്റ്റീൽ സ്പൂണിനും ലൈറ്റിന്റെ അതിലേക്ക് ലൈറ്റ് വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ലൈറ്റിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. The surface of water can also act like a mirror. വാട്ടറിന്റെ സർഫേസ്, വാട്ടർ എന്താണ്, മിറർ പോലെയാണ്. നമുക്ക് നമ്മളെ ഇമേജ് അതിൽ കാണാം. ആൻഡ് ചേഞ്ച് ദ പാത്ത് ഓഫ് ലൈറ്റ്. വാട്ടറിൽ ലൈറ്റ് റേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് റേസിന്റെ പാത്ത് ചേഞ്ച് ചെയ്യും. Okay, any polished or shiny surface can act as a mirror. Polished ആയിട്ടുള്ള shiny surface ഒരു മിറർ പോലെയാണ്. Okay, what happens when light falls on a mirror? മിററിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ എന്താ സംഭവിക്കുക? That light will reflect. Light reflect ചെയ്യും. That means it change its direction. Direction change ചെയ്യും. Okay, you have learned in class 6 that class 6 എന്താ പഠിച്ചത്? Mirror changes the direction of light that falls on it. This change of direction by a mirror is called reflection of light. ഒരു മിററിലെ ലൈറ്റ് റേസ് വന്ന് പതിക്കുന്ന സമയത്ത് അത് അതിന്റെ പതിച്ച് കഴിഞ്ഞിട്ട് അത് അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകും. That process is called reflection of light. Okay, next look at the activity. Activity 15.1. Take a torch, cover it glass with a chart paper which has 3 narrow slits as shown in figure 15.5. എന്താണ്, ഒരു ടോർച്ച് എടുത്തിട്ടുണ്ട്. ആ ടോർച്ചിന്റെ ഗ്ലാസ് ഒരു ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് പേപ്പറിൽ 3 നാരോ സ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്പ്രെഡ് എ ഷീറ്റ് ഓഫ്
chart paper on a smooth wooden board. Wooden board ഒരു sheet of paper വെച്ചിട്ടുണ്ട്. Fix a plain mirror strip vertically on the chart paper. Chart paper vertical ആയിട്ട് ഇവിടെ ഒരു mirror വെച്ചിട്ടുണ്ട്. Now direct the beam of light on the mirror from the torch which slit. അപ്പൊ torch ഇവിടെ വെച്ചിട്ടുണ്ട്. ടോർച്ചിന് സ്ലിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാർഡ്ബോർഡ് പേപ്പർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ടോർച്ച് അടിക്കും. ടോർച്ച് അടിക്കുന്ന സമയത്ത് ലൈറ്റ് റേസ് ഇതിലേ വന്നു മിററിൽ വന്ന് തട്ടി. മിററിൽ വന്ന് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തു. റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇതിലേ തിരിച്ചു പോന്നു. ഇങ്ങനെ വന്നു, ഇവിടെ തട്ടി, ഡിറക്ഷൻ ചേഞ്ച് ചെയ്തു, ഇതിലേ പോകുന്നു. ആ ഡിറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് പേപ്പർ ടേബിളിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ. Next, place the torch in such a way that its light is seen along the chart paper on the board. Now adjust its position so that the light from the torch strikes the plane mirror at an angle. Does the mirror change the direction of light that falls on it? Now move the torch slightly to either side. Do you find any changes in the direction of reflected light? അപ്പോൾ torch നമ്മളിപ്പോ ഇങ്ങനെ വെച്ചു. അപ്പൊ അതേ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്ത് അതേപോലെ ഇവിടെ തട്ടിയിട്ട് അതേ ആംഗിളിലാണ് ഈ ഡിറക്ഷനിലേക്ക് പോണത്. ഈ ടോർച്ചിന് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ച് നമ്മൾ ഇതിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിലും ലൈറ്റ് റേസ് ഇതിലേ വന്നു, ഇവിടെ തട്ടി അതേ ആംഗിളിൽ തിരിച്ചു പോകും. അപ്പൊ റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളും ഇവിടെ വന്ന് പതിക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ. ഇൻസിഡന്റ് റേസ് എന്നാ പറയാ ഇതിന്. ഇവിടെ വന്ന പതിക്കുന്ന റേസിന് പറയാ ഇൻസിഡന്റ് റേസ്. അപ്പൊ ഈ പിക്ചറിൽ ഇത് ഇൻസിഡന്റ് റേസ് ആണ്, ഇത് റിഫ്ലക്റ്റഡ് റേസ് ആണ്. അപ്പൊ ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആണ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ആക്ടിവിറ്റി, handle the light. Okay, here, look here. Place a lighted candle in front of a plain mirror. A plain mirror ന് മുന്നിൽ ഒരു lighted candle വെക്കുക. Try to see the flame of the candle in the mirror. നമ്മൾ മിററിൽ എന്താക്കും? ഇതിന്റെ കാൻഡിൽ ഫ്ലെയിം കാണും. It appears as if a similar candle is placed behind the mirror. The candle which appears behind the mirror is the image of the candle formed by the mirror. The candle itself is the object. അപ്പൊ നമ്മളൊരു മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്. മിററിന് മുന്നിൽ ഒരു ലൈറ്റഡ് കാൻഡിൽ വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റഡ് കാൻഡിലിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയും. ഇതില് ഇവിടെ എന്താണ് നമ്മൾ മിററിലെ കാണുന്നത്? അതിന്റെ ഇമേജ് ആണ്. ഇമേജ് അപ്പിയർ ഇൻ ദ മിറർ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ളതാണ്. ഓക്കെ. Now move the candle to different positions in front of the mirror. Observe the image in each case. ഓരോ പ്രാവശ്യം നമ്മൾ മൂവ് ചെയ്യുമ്പോഴും എന്താണ്? സെയിം അളവിൽ തന്നെയുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. Okay, was the image upright in each case? Did the flame appear on the top of the candle as in the object? Such an image is called erect. What is erect? An image formed by a plain mirror is erect. ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആണ്. ഇറക്റ്റ് മീൻസ് നേരെ നിൽക്കുന്നത്. നേരെ നമ്മള് എങ്ങനെയാണുള്ളത് അതേപോലെ നിവർന്ന നേരെ നിൽക്കുന്ന ഇമേജ് ആണെങ്കിൽ അത് ഇറക്റ്റ്. ആൻഡ് ഓഫ് ദ സെയിം സൈസ് ആസ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ്, now place a vertical screen behind the mirror. Try to obtain the image of the candle on the screen. അപ്പൊ മിററിന്റെ പുറകിലായിട്ട് ഒരു സ്ക്രീൻ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കാൻഡിൽ ലൈറ്റിന്റെ ഇമേജ് നമുക്ക് ആ സ്ക്രീനിൽ വരുത്താൻ പറ്റുമോ? മിററിന്റെ പുറകിലായിട്ട് നമ്മൾ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ആ ഇമേജിന് നമുക്ക് സ്ക്രീനിൽ കിട്ടുമോ? ഇല്ല. Now place the screen in front of the mirror. മിററിന്റെ ഫ്രണ്ടിൽ വെച്ചാലും can you get the image on the screen now? No. ഫ്രണ്ടിൽ വെച്ചാലും ബാക്കിൽ വെച്ചാലും നമുക്ക് ഈ കാൻഡിലിന്റെ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കിട്ടില്ല. You will find that the image of the candle cannot be obtained on the screen in either case. What about the distance of the image from the mirror? Let us perform another activity. ഇനി ഇതിന്റെ ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? മിററിൽ കാണുന്ന ഇമേജിന്റെ ഡിസ്റ്റൻസും ഒറിജിനലിന്റെ ഡിസ്റ്റൻസും എങ്ങനെയാണ്? Okay. Look at the activity. Take a chessboard. If a chessboard is not available, draw on chart paper 64 squares of equal size. ഒരു ചെസ് ബോർഡ് എടുക്കുക. അത് കിട്ടിയില്ലെങ്കിൽ 64 സ്ക്വയേഴ്സ് ഉള്ള ഒരു ചാർട്ട് പേപ്പറിൽ ക്രിയേറ്റ് ചെയ്യുക. Draw a thick line in the middle of the paper. Fix a plain mirror vertically on this line. അപ്പൊ എന്താക്കണം? ഇതുപോലെ ഒരു വെർട്ടിക്കൽ ആയിട്ട് ഒരു പ്ലെയിൻ മിറർ വെക്കണം. Place any small object. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ ഷാർപ്നർ പോലെ എന്തെങ്കിലും വെക്കുക. The boundary of the third square counting from the mirror.
Note the position of the image. Now shift the object to boundary of the fourth square. Again note the position of the image. അപ്പൊ നമ്മള് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെയാണ് വെച്ചു, തേർഡ് സ്ക്വയറിൽ വെച്ചു. അപ്പൊ നമ്മള് പ്ലെയിൻ മിററിൽ നോക്കുന്ന സമയത്ത് എവിടെയാണ് തേർഡ് സ്ക്വയറിലുള്ളതാണ് ആണെങ്കിൽ നമ്മള് പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ തേർഡ് സ്ക്വയറിലായിരിക്കും. ഈ ഒബ്ജക്റ്റിന് നമ്മൾ ഫോർത്ത് സ്ക്വയറിലാണ് വെച്ചതെങ്കിൽ നമ്മള് മിററിൽ നോക്കുന്ന സമയത്തും ഫോർത്ത് സ്ക്വയറിലായിരിക്കും. അപ്പം എവിടെയാണോ ഏത് കള്ളിയിലാണോ ഉള്ളത് അതേപോലെ തന്നെയായിരിക്കും നമ്മൾ മിററിൽ നോക്കുമ്പോൾ കാണുന്നത്. യു വിൽ ഫൈൻഡ് ദാറ്റ് ഇമേജ് ഈസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്, ഒരേ ഡിസ്റ്റൻസിലാണ് ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജക്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഈ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ, അതേ ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇമേജ് കാണുന്ന സമയത്തും അതേ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ. Okay, children, study well. Thank you.